ത്രിയേക ദൈവത്തിന് സ്തുതി. വലിയ നോമ്പിന്റെ 24-ാം ദിനമായ ഇന്ന് കാവൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം മുതൽ നാം കേൾക്കുന്ന ഒരു വാക്കാണ് കാവൽ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് വേല ചെയ്യുവാനും അതിനെ കാപ്പാനും ഏദൻ തോട്ടത്തിൽ ആക്കി എന്ന് നാം വായിക്കുന്നു. വളരെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗമാണ് കാവൽക്കാരുടേത്. നിതാന്ത ജാഗ്രത പുലർത്തേണ്ടവരാണവർ. ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് കാവൽ നിൽക്കുന്നവരാണ് നമ്മുടെ സൈനികർ. BSF എന്നും ഹോംഗാർഡ് എന്നും പോലീസ് എന്നും പട്ടാളം എന്നും ഒക്കെയുള്ള പേരുകളിൽ അവർ അറിയപ്പെടുന്നു. എല്ലാവരും കാവൽക്കാരാണ്. തമിഴിൽ പോലീസിനെ കാവൽതുരെ എന്നാണ് വിളിക്കുക. തങ്ങളുടെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാറ്റിനും അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഒരു കാവൽക്കാരനെ ഫലമേൽപ്പിച്ചിരിക്കുന്ന പ്രതി രക്ഷപ്പെട്ടാൽ പോലീസുകാരൻ അല്ലെങ്കിൽ കാവൽക്കാരൻ ജീവൻ പകരം നൽകേണ്ട ഒരു കാലമുണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 19-ാമത്തെ വാക്യം. പ്രതികളെ കാണാതെ പോയപ്പോൾ ആത്മഹത്യ ചെയ്യുവാൻ തയ്യാറായ ജയിൽ വാർഡനെ കുറിച്ചും നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 27-ാമത്തെ വാക്യം. വളരെ ഗൗരവമേറിയ ഉദ്യോഗമാണ് കാവൽക്കാരുടേത്. മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം മുതൽ ലോകാവസാനം വരെ കാവൽക്കാരുടെ തസ്തിക നിലനിൽക്കും. മനുഷ്യ ചരിത്രത്തിന്റെ പ്രാരംഭ പതിറ്റാണ്ടിൽ തന്നെ ഒരു കാവൽക്കാരൻ പൊറുക്കുവാൻ കഴിയാത്ത അപരാധം ചെയ്തു. മാനവ ചരിത്രത്തിലെ പ്രഥമ കൊലപാതകം നടന്നപ്പോൾ ദൃക്സാക്ഷികൾ ആരും ഇല്ല എന്നാണ് കയീൻ കരുതിയത്. തെളിവുകൾ നശിപ്പിക്കുവാൻ ശ്രമം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഹാബേലിന്റെ രക്തത്തിൽ നിന്നുള്ള നിലവിളി സ്വർഗീയ കോടതിയിലെത്തി. കുറ്റവിചാരണ നടത്തുവാനായി ദൈവം പ്രഥമ ശ്മശാന ഭൂമിയിലേക്ക് ഇറങ്ങി വിസ്താരം ആരംഭിച്ചു. സഹോദരന്റെ കാവൽക്കാരൻ താൻ അല്ല എന്ന് കയീൻ അലറി വിളിക്കുകയാണ്. സഹോദരന്റെ കാവൽക്കാരൻ താൻ ആണെന്നുള്ള പ്രകാശം കെട്ടുപോയാൽ പിന്നെ ഹിംസയല്ലാതെ വേറൊരു വഴിയുമില്ല. അണച്ച് സംരക്ഷിക്കാനായില്ലെങ്കിൽ ഊതിക്കെടുത്തുക എന്നതായിരിക്കാം അടുത്ത വഴി. വിശുദ്ധ തിരുവെഴുത്തിൽ നിരവധി നിലകളിലുള്ള കാവൽക്കാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സഹോദരന്റെ കാവൽക്കാരൻ, ദേശത്തിന്റെ കാവൽക്കാരൻ, അധരത്തിന്റെ കാവൽക്കാരൻ, രാത്രിയിൽ ഉറങ്ങാത്ത കാവൽക്കാരൻ, സകലത്തിലും ഉപരിയായി ഈ ഭൂമിയെ മുഴുവൻ നിയന്ത്രിച്ച് കാത്തു സൂക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കാവലിനെ കുറിച്ച്. ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് രാത്രിയിൽ വെളിയിൽ ജാഗ്രത പാലിച്ചുകൊണ്ടിരുന്ന ആട്ടിടയർക്കാണ് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തെക്കുറിച്ചുള്ള അറിവ് ഭൂമിയിൽ ആദ്യം ലഭിക്കുന്നത്. ഫുലാഖ് എന്ന പദമാണ് മൂലഭാഷയിൽ കാവൽക്കാർക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഉണർന്നിരുന്ന് ജാഗ്രതയോടെ സംരക്ഷണം ചെയ്യുക. ഉണർന്നിരിക്കുന്നവനാണ് കാവൽക്കാരൻ. കാവൽക്കാരൻ കണ്ണടച്ചാൽ ശത്രു വന്ന് കള വിതയ്ക്കുമെന്ന് തന്റെ ഉപമകളിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എവിടെയൊക്കെ തിന്മ മേൽക്കൊയ്മ നേടുന്നുവോ അവിടെയൊക്കെ ഒരു കാവൽക്കാരൻ മയങ്ങിയിട്ടുണ്ടാകും. സഭയുടെ കാവൽ ശുശ്രൂഷയിൽ വീഴ്ച വരുമ്പോൾ ഉള്ളിലും പുറത്തും തിന്മകൾ പെരുകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മോശയെക്കുറിച്ച് ഒരു പാരമ്പര്യ കഥയുണ്ട്. ഹോരേബ് താഴ്വരയിൽ വെച്ച് ഒരു ദിവസം ഒരു കുഞ്ഞാടിനെ കാണാതെ പോയി. അതിനെ തേടി ഒടുവിൽ മരുഭൂമി ഒരു ഉറവയുടെ മുന്നിൽ മോശ കണ്ടെത്തി. മോശയ്ക്ക് വലിയ സങ്കടം അനുഭവപ്പെട്ടു. ദാഹിച്ചത് കൊണ്ടാണല്ലോ കുഞ്ഞാട് അങ്ങനെ പോകേണ്ടി വന്നത്. അതിന്റെ ദാഹം ഞാൻ അറിയാതെ പോയല്ലോ എന്ന പശ്ചാത്താപത്തോടെ കുഞ്ഞാടിനോട് മാപ്പ് പറഞ്ഞ് അതിനെ ചുട്ടുപൊള്ളുന്ന മണൽ നടക്കാൻ പോലും അനുവദിക്കാതെ തോളിൽ എടുത്ത് മടങ്ങി. പ്രിയരെ, ശത്രു കള വിതയ്ക്കുന്നതിന് തക്കം പാർത്തിരിക്കുമ്പോൾ ജാഗ്രതയോടെ ഉണർന്നിനെ നേരിടുവാനും എന്റെ സഹോദരന്റെ ദാഹം അറിയാതെ പോയ കുറവിനെ പശ്ചാത്താപത്തോടെ ഏറ്റുപറയുവാനും ഈ നോമ്പ് ദിനം യേശു കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.